അച്ഛനെക്കുറിച്ച് അമ്മ പറയും, കൃഷ്ണൻ്റെ അച്ഛനെക്കുറിച്ച് പറയും. അങ്ങനെ പറയുന്നത് ഞാനിരുന്ന് കേട്ടിട്ടുണ്ട്. കൃഷ്ണൻ ഭയങ്കര മടിയനായിരുന്നു. ഒരുപാട് വായിക്കണം എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വാങ്ങിത്തന്നിരുന്ന അച്ഛനെക്കുറിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ പറ്റിച്ച് വായിക്കാൻ മടി പിടിച്ചിരുന്ന കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വലിയ സമരത്തിൻ്റെ പേരുകൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാർ. കാരണം ഒരു ദിവസം അച്ഛൻ കൃഷ്ണകുമാറിനെ വിട്ടുപോകുന്നു വളരെ ചെറിയ പ്രായത്തിൽ. അപ്പോഴും കൃഷ്ണനായിരുന്നു ധീരനായി ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് എന്ന് അമ്മ പറയും. കൃഷ്ണൻ ഇന്ന് വന്നിരിക്കുന്ന ഈ ഇരിപ്പ് അച്ഛൻ ആഗ്രഹിച്ച ഇരിപ്പാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അച്ഛനെ ഓർക്കുന്നുണ്ടോ? ഇവിടെ എവിടെയോ എൻ്റെ അച്ഛനുണ്ട്, അതെനിക്കറിയാം. കാരണം എന്നെ അക്ഷരങ്ങളിലേക്ക്, പുസ്തകങ്ങളുടെ ലോകങ്ങളിലേക്ക്, ആ വെളിച്ചത്തിലേക്ക്, ആ ബോധത്തിൻ്റെ നിരാവെളിച്ചത്തിലേക്ക് കൈവരിച്ചു കൊണ്ടുപോയത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ബാക്കി വെച്ചു പോയ ഇടത്ത് നിന്നാണ് ഞാൻ തുടങ്ങിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നാത്ത വായനയൊന്നൊരു മനുഷ്യനായിരുന്നു. കൃത്യമായി ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യൻ. അച്ഛൻ എഴുതി വയ്ക്കുന്നതൊക്കെ കീറിക്കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛൻ കീറിക്കളയുന്നതെന്ന്. എൻ്റെ അച്ഛൻ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം തരാത്ത ഒരേ ഒരു ചോദ്യം, എന്താണ് എഴുതിയിട്ട് കീറിക്കളഞ്ഞതൊക്കെ എന്നതായിരുന്നു. ഒറ്റ ചോദ്യത്തിന് മാത്രമേ എൻ്റെ അച്ഛൻ എനിക്ക് ഉത്തരം തരാതെ ഇരുന്നിട്ടുള്ളൂ. പിന്നീട് എപ്പോഴോ അമ്മുമ്മയാണ് പറയുന്നത്, അച്ഛൻ എഴുതി വെച്ച പുസ്തകങ്ങളെ, അച്ഛൻ എഴുതിക്കൊണ്ടിരുന്ന കഥയെ അച്ഛന് തന്നെ തൃപ്തിയാകാതെ അത് എഴുതി കളഞ്ഞതാണ് എന്ന്. എന്നാൽ അച്ഛൻ്റെ മകൻ ഒരു പുസ്തകം എഴുതി, അത് വായിക്കുന്നൊരു പുസ്തകം എഴുതി. അതൊരു സന്തോഷമാണ്. എനിക്ക് എൻ്റെ അച്ഛന് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ട്രിബ്യൂട്ട്. അതായത് എന്താണ് കൃഷ്ണകുമാർ എൻ്റെ വ്യക്തിക്ക് വേണ്ടി, പ്രസന്നൻ എന്ന് പറയുന്ന മനുഷ്യൻ 25 വർഷം ഇൻവെസ്റ്റ് ചെയ്തത് എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഒരു പുസ്തകം.